So in this session we are going to learn about ways of creating a banner ad. അപ്പോൾ banner ad ൽ എന്തൊക്കെ ways ഉണ്ടെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മളൊരു banner ad അല്ലെങ്കിൽ ഡിസ്പ്ലേ ad എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഒരു ഇമേജ് ആണ് അല്ലേ? സോ ഇമേജ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ക്രീൻ ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് banner ads. JPEG ഓൾമോസ്റ്റ് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈപ്പ് ഓഫ് ആഡ് ആണ്. ദ മോസ്റ്റ് ബേസിക് വേ ഓഫ് ഡിസൈനിങ് banner ads. അതായത് JPEG അല്ലെങ്കിൽ PNG ഫോമാറ്റിൽ ആയിരിക്കും മിക്കവാറും ഈ ഇമേജസ് ഒക്കെ ക്രിയേറ്റഡ് ആവുന്നത്. ആസ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ ഈ ഒരു പർട്ടിക്കുലർ ബാനർ ആഡുകൾ അല്ലേ ഈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാനർ ആഡ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഗിഫ് ആയിട്ടുള്ള ബാനർ ആഡുകൾ എങ്ങനെയാണെന്ന് അറിയാലോ. ഒരു ചെറിയൊരു സ്ലൈറ്റ്ലി ആനിമേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേ ആഡ് ആണെങ്കിൽ ഒരു ചെറിയൊരു ആനിമേഷൻ എഫക്റ്റ് ആളുകളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരികയും ഒരു അവരുടെ വ്യൂ ആ ഒരു ഇംപ്രഷനിൽ ആ ഒരു പർട്ടിക്കുലർ ഷെയറിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. നെക്സ്റ്റ് HTML5 എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഒരു മൾട്ടിമീഡിയ എലമെന്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആഡാണ്. ഇതൊരു ഇൻട്രാക്റ്റീവ് ആഡാണ്. അതുകൂടാണ്ട് കുറച്ചും കൂടി സൈസ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ലോഡ് ആകാനും കുറച്ചും കൂടി എന്താ പറയുക ഇൻട്രാക്റ്റീവ് എലമെന്റ്സ് കൊടുക്കുന്നതുകൊണ്ട് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആഡാണ് HTML5. So these are the types of display ads. So these are the few types of banner ads that we have learned അല്ലെ display ads. ഇനി വരാൻ പോകുന്ന സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വാട്ട് ആർ ദ ടിപ്സ് ഫോർ ക്രിയേറ്റിംഗ് ദ ബാനർ ആഡ്സ്. കാര്യം ബാനർ ആഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ആഡുകൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം. അതെന്തിനാണ് നമ്മൾ നേരത്തെ ക്ലാസ്സസിലും നമ്മൾ പഠിച്ചു. ഒരു റീമാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അവെയർനെസ് അങ്ങനെയുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രാൻഡ് അവെയർനെസ്സിന് വേണ്ടിയുള്ള ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്താണ് ഈ ഒരു പർട്ടിക്കുലർ ആഡ് ഈ ഒരു എസ്തെറ്റിക് ഫീലിംഗ് അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫീലിംഗ് ബ്രാൻഡിന്റെ ഫീലിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു ടൈപ്പിൽ ആഡ് ആയിരിക്കണം ബാനേഴ്സ് ഡിസ്പ്ലേ ആഡ്സുകൾ. സോ ഇൻ ദ നെക്സ്റ്റ് മൊഡ്യൂൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഫ്യൂ ടിപ്സ് ഫോർ മേക്കിംഗ് ഡിസ്പ്ലേ ആഡ്. ബൈ.